ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. എല്ലാ സുഹൃത്തുക്കൾക്കും ശ്രീകൃഷ്ണ ജയന്തി ആശംസകൾ. നമുക്കെല്ലാവർക്കും അറിയാം, ചിങ്ങമാസത്തിലെ അഷ്ടമി തിഥിയും രോഹിണി നക്ഷത്രവും കൂടി ചേരുന്ന ശുഭമുഹൂർത്തത്തിൽ കിഴക്ക് ഭാഗത്ത് പൂർണ്ണചന്ദ്രൻ ഉദിച്ചതുപോലെ ദേവകീദേവിയുടെയും വസുദേവരുടെയും പുത്രനായി ആ പൊന്നുണ്ണിക്കണ്ണൻ ഭൂമിയിൽ അവതരിച്ചു. ധർമ്മത്തെ നിലനിർത്താനും അല്ലെങ്കിൽ പുനഃസ്ഥാപിക്കാനും അതേപോലെ അധർമ്മത്തെ ഇല്ലാതെയാക്കാനും വേണ്ടി ഭഗവാൻ പൂർണ്ണാവതാരമായി, ശ്രീകൃഷ്ണ അവതാരമായി ഭഗവാൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത് നമുക്ക് ഓരോരുത്തർക്കും ചില സന്ദേശങ്ങൾ നൽകുവാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ പുത്രനായി കാണുവാൻ ദേവകീദേവിയും വസുദേവരും കഴിഞ്ഞ 3 ജന്മങ്ങളിലായി ചെയ്ത സുകൃതം, ഭഗവാന് വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതത്തിൻ്റെ തുടർച്ചയായി ഈ 3-ാമത് ജന്മത്തിലും ഭഗവാൻ മാത്രമാണ് ആശ്രയമെന്ന് കരുതി ജീവിച്ച അവർക്ക് ഭഗവാൻ കൊടുത്ത ഒരു സമ്മാനമായിരുന്നു 3-ാമത്തെ ജന്മത്തിലെ ഭഗവാന്റെ ഈ അവതാരം. പോയ 2 ജന്മങ്ങളിൽ ഭഗവാൻ ഏറ്റവും ആദ്യത്തെ ജന്മത്തിൽ സുതപസ് എന്ന പ്രജാപതിയായിരുന്ന വസുദേവര്, ആ സുതപസിൻ്റെ പത്നിയായിരുന്ന പൃശ്നി ദേവകീദേവിയുടെ തൊട്ടു മുൻപുള്ള ജന്മം, അവർക്ക് പൃശ്നിഗർഭൻ എന്ന മകനായി ജനിച്ചു. അതിനുശേഷമുള്ള അടുത്ത ജന്മത്തിൽ വസുദേവര് തൻ്റെ തൊട്ടു മുൻപുള്ള ജന്മത്തിൽ കശ്യപ പ്രജാപതിയായും ദേവകീദേവി അദിതി ദേവിയായും ജനിച്ചപ്പോൾ അവർക്ക് ഉപേന്ദ്രൻ എന്ന നാമത്തിൽ നമ്മളൊക്കെ അറിയപ്പെടുന്ന വാമനാവതാരം പൂണ്ട് ഭഗവാൻ അവരെ അനുഗ്രഹിച്ചു. 3-ാമത്തെ ജന്മത്തിൽ വസുദേവരായും ദേവകീദേവിയായും പിറന്ന ആ ധന്യാത്മാക്കൾക്ക് സാക്ഷാൽ ഭഗവാൻ പൂർണ്ണാവതാരമായി പുത്രഭാവത്തിൽ പിറന്നപ്പോൾ ഭഗവാന്റെ കാരുണ്യം എന്നല്ലേ പറയണ്ടു. ആ ധന്യാത്മാക്കൾക്ക് ചതുർബാഹുക്കളോടുകൂടിയ ഭഗവാന്റെ ആ ദിവ്യരൂപത്തിൽ ശ്രീവത്സവും കൗസ്തുഭവും താമരക്കണ്ണൻ്റെ ശിരസിൽ ആ വൈഡൂര്യ കിരീടങ്ങളും അതുപോലെ കുണ്ടലങ്ങളുമൊക്കെ ശോഭിക്കുന്ന ആ ഓമനത്വം നിറഞ്ഞ സൗന്ദര്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായ തങ്ങളുടെ പൊന്നുണ്ണി കണ്ണനെ കാണാനായത് അതും ഭഗവാന്റെ അതിയായ കാരുണ്യം ഒന്ന് മാത്രമായിരുന്നു. തൻ്റെ ഭക്തർക്ക്
ഭഗവാൻ എപ്രകാരമൊക്കെയാണ് അനുഗ്രഹം ചൊരിയുക എന്ന് പറയുക വയ്യ. എപ്പോഴാണ് ഏത് ഭാവത്തിലാണ് ഭഗവാൻ എത്തിച്ചേരുക എന്ന് പറയുക വയ്യ. അതുമെല്ലാം ഭഗവാന്റെ സങ്കല്പമാണ്. കാലപുരുഷനായ ഭഗവാൻ നിശ്ചയിക്കുന്ന സമയത്ത് ഭഗവാന്റെ കാരുണ്യം അനുഗ്രഹ രൂപത്തിൽ തൻ്റെ ഓരോ ഭക്തരിലേക്കും ഭഗവാൻ എത്തിക്കുന്നു. അങ്ങനെ ആ പൊന്നുണ്ണിക്കണ്ണൻ ശ്രീകൃഷ്ണ അവതാരമായി അവതരിച്ച് പലർക്കും പല ഭാവത്തിൽ അനുഗ്രഹങ്ങൾ നൽകി. കുചേലന് സ്വാമിയായും അർജുനന് സുഹൃത്തായും ദേവകീദേവിക്കും വസുദേവർക്കും മാത്രമല്ല തൻ്റെ പോറ്റമ്മയായ യശോദാമ്മയ്ക്കും അതുപോലെ തൻ്റെ വളർത്തച്ഛനായ നന്ദഗോപർക്കും പുത്രഭാവത്തിൽ അനുഗ്രഹം കൊടുത്തപ്പോൾ ആ ഗോപസ്ത്രീകൾക്ക് അവരുടെ എല്ലാമായിരുന്നു ഭഗവാൻ. എങ്ങനെയാവണം, എന്താവണം ഭഗവാനോടുള്ള ഭാവമെന്ന് ഗോപസ്ത്രീകൾ നമ്മളെ പഠിപ്പിച്ചു തരികയായിരുന്നു. അവർക്കൊരു നിമിഷം പോലും ആ കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കാതെ ഇരിക്കാൻ കഴിയുമായിരുന്നില്ല. കോലും കുഴലും എടുത്തുകൊണ്ട് പശുവിനെ മേയ്ക്കാൻ പോകുമ്പോഴും കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ഗോപസ്ത്രീകൾ ദൂരെ നിന്നും ആ വേണുഗാനം ഭഗവാന്റെ കേൾക്കുമ്പോൾ തൻ്റെ കൃഷ്ണൻ ആ പൈക്കളുമായി തിരികെ വരുന്നു എന്ന് തിരിച്ചറിഞ്ഞ് വഴിയരികിലേക്ക് ആ കൃഷ്ണനെ ഒരു നോക്ക് കാണാൻ ഓടിയെത്തുന്ന ഗോപസ്ത്രീകൾ നമ്മളെ പഠിപ്പിച്ചു തരുന്നു. ഓരോ നിമിഷവും ഓരോ കർമ്മവും ചെയ്യുമ്പോൾ ആ ഭഗവാന്റെ വരവിനായി, ആ ഭഗവാന്റെ അനുഗ്രഹത്തിനായി, ഭഗവാന്റെ ദർശനത്തിനായി കാതോർത്ത് കണ്ണുകളിൽ ആകാംക്ഷയുടെ, വിസ്മയത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആനന്ദ അതിരേകത്തിൻ്റെ നെയ്ത്തിരിനാളം തെളിച്ചുകൊണ്ട് കാത്തിരിക്കുവാൻ. അങ്ങനെ കാത്തിരുന്നാൽ ഭഗവാൻ കൈവിടില്ല, വരും ഒരു നാൾ. അനുഗ്രഹരൂപേണ, കാരുണ്യരൂപേണ ഓരോ നിമിഷവും കൂടെയുണ്ടാവും. ഗോപസ്ത്രീകൾ ഒരിക്കൽ പോലും ആ കൃഷ്ണൻ തങ്ങളിൽ നിന്ന് വേർപെട്ടു പോയപ്പോൾ, അല്ലെങ്കിൽ ആ കാലികളെ മേയ്ക്കാൻ പോകുന്ന ഓരോ നിമിഷവും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും ദുഃഖത്തിലാണ്ടിരുന്നില്ല, മറിച്ച് പ്രതീക്ഷയിലായിരുന്നു. മടങ്ങി വരുന്ന ആ കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തകൾ, പ്രതീക്ഷകളായിരുന്നു അവരെ ഓരോ നിമിഷവും അവരുടെ ഓരോ കർമ്മത്തെയും മുന്നോട്ട് നയിച്ചിരുന്നത്. ഇത് നമുക്കുള്ള പാഠമാണ്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും ഭഗവാന്റെ ആ വരവിനായി പ്രതീക്ഷിച്ചുകൊണ്ട്, ഭഗവാന്റെ ദിവ്യദർശനത്തിനായി കൊതിച്ചുകൊണ്ട് ഗോപസ്ത്രീകളെ പോലെ കഴിയാൻ. ചെയ്യുന്ന കർമ്മങ്ങളൊക്കെയും അപ്പോൾ ഭഗവത് പ്രസാദമായി മാറും, ഭഗവത് സമർപ്പണമായി മാറും. എന്തിനേറെ താൻ തന്നെ ഇല്ലാതെയായി ആ ഭഗവത് വിചാരത്തിൽ അലിഞ്ഞു ചേരുന്ന സുന്ദരമായ നിമിഷങ്ങളിലൂടെ ഈ ജീവിതത്തെ തള്ളി നീക്കാൻ ഗോപസ്ത്രീകൾ പഠിപ്പിച്ചു തരികയായിരുന്നു. ഇങ്ങനെ ഏതേതെല്ലാം ഭാവത്തിൽ ഭഗവാനെ ആശ്രയിച്ചുവോ, പുത്രനായോ സുഹൃത്തായോ സ്വാമിയായോ, അതുമല്ലെങ്കിൽ തങ്ങളുടെ കളിക്കൂട്ടുകാരനായി ആ ഗോകുലത്തിലെ ഗോപാലന്മാർ, ഗോപാലകർ, അതുപോലെ ആ പൈക്കൾ, അവർക്കുമൊക്കെ തങ്ങളുടെ കൂടെ തങ്ങളെ തൊട്ടുരുമി നിന്ന ആ ആനന്ദത്തെ പകർന്നു കൊടുക്കുന്ന ആ പൊന്നുണ്ണി കൃഷ്ണനെ അവർക്കും ഒന്നും മറക്കാനാവില്ല. അവരുടെയൊക്കെ ഭാവത്തിലാണെങ്കിലും ഏതു ഭാവത്തിൽ ഭഗവാനെ ആശ്രയിച്ചാലും അതാതു ഭാവത്തിൽ ഭഗവാൻ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഭഗവാൻ തൻ്റെ ജീവിതം തന്നെ സന്ദേശമായി നമുക്ക് കാണിച്ചു തരികയായിരുന്നു. ഭഗവാന്റെ സന്ദേശം എന്ന് പറയുമ്പോൾ നമുക്കൊക്കെ പെട്ടെന്ന് ഓർമ്മ വരിക അർജുനന് ഉപദേശിച്ചു കൊടുത്ത ആ ഭഗവത്ഗീത തന്നെയാവും. അതിൽ നമുക്കറിയാം, ആദ്യത്തെ ആ ഒരു അധ്യായത്തിൽ ഒരക്ഷരം പോലും ഭഗവാൻ അവിടെ സംസാരിക്കുന്നില്ല. സംസാരിച്ചത് മുഴുവൻ അർജുനനായിരുന്നു. നമ്മളും അങ്ങനെയാണ്.
ഭഗവാന്റെ അടുത്ത് ഒരു ക്ഷേത്രത്തിൽ പോയാൽ പോലും നമുക്ക് അങ്ങോട്ടേക്ക് പറയാൻ ധാരാളമുണ്ട്. പരാതികളും പരിഭവങ്ങളും ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ ഭഗവാൻ എല്ലാം മിണ്ടാതെ നിന്ന് കേൾക്കും. ഒടുവിൽ മനസ്സിലെ ഭാരം മുഴുവൻ അഴിച്ചു വെച്ച് കഴിയുമ്പോൾ ഭഗവാൻ അർജുനനോട് പറഞ്ഞതുപോലെ നമ്മളോടും പറയും, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം ത്യക്തോത്തിഷ്ഠ പരന്തപ. ക്ഷുദ്രമാണ് ഈ ഹൃദയ ദൗർബല്യം, തളരരുത്. ഹൃദയം ദുർബലമാകുന്ന ഓരോ നിമിഷവും ഈ ജീവിതത്തെ അത്യന്തം നികൃഷ്ടമായി നമ്മൾ കാണുകയാണ്. അങ്ങനെ നശിപ്പിക്കുവാനുള്ളതല്ല ഓരോ ജന്മവും. അതുകൊണ്ട് ത്യക്തോത്തിഷ്ഠ, ഈ ഹൃദയ ദൗർബല്യത്തെ വെടിഞ്ഞിട്ട് ഉയർത്തെഴുന്നേറ്റാലും ഭഗവാൻ നമ്മളോട്, നമുക്കൊക്കെ ഒരു ക്ഷേത്രത്തിൽ പോയി ഭഗവാന്റെ ദർശനമൊക്കെ സാധിച്ച് തിരിച്ചിറങ്ങുമ്പോൾ മനസ്സിനൊരു ഭാരക്കുറവ്, ഒരു ലഘുത്വം അനുഭവപ്പെടുന്നത് ഇതുകൊണ്ടാണ്. അവിടെ പോയി ഭഗവാനോട് നമ്മുടെ പരാതികളൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ, സങ്കടങ്ങൾ മുഴുവൻ ഇറക്കി വെച്ച് കഴിയുമ്പോൾ മനസ്സിൻ്റെ ഗുരുത്വം വിട്ട് ലഘുഭാവത്തിലേക്ക് വരുന്നത്, ഒരു ധൈര്യം കിട്ടിയതായി, ഒരു ശാന്തി കിട്ടിയതായി, ഒരു സമാധാനം കിട്ടിയതായി നമുക്ക് തോന്നുന്നത് ഭഗവാൻ നമ്മളോട് പറയുന്നതും ഇതാണ്. നമ്മുടെ ഈ ഹൃദയ ദൗർബല്യത്തെ, മനസ്സിൻ്റെ തളർച്ചയെ മാറ്റിയിട്ട് നീ നിൻ്റെ ഉള്ളിലുള്ള ശക്തിയെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഉയർത്തെഴുന്നേറ്റാലും എന്ന് നമ്മളോട് കൽപ്പിക്കുന്നുണ്ട് ഭഗവാൻ ഉള്ളിലിരുന്നു കൊണ്ട്. നമുക്കുമൊക്കെ പലതും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടാവുമ്പോഴും അർജുനനെ പോലെ നമ്മുടെയൊക്കെ പ്രധാനപ്പെട്ട ദൗർബല്യം, ഈ ലോകം എന്ത് കരുതും നമ്മളെക്കുറിച്ച്, എന്ത് ചിന്തിക്കും, ഇതാണ് നമ്മളെ തളർത്തുന്നത്. നമ്മുടെ ധർമ്മത്തെ, നമ്മുടെ ഉത്തരവാദിത്വത്തെ, നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള ഒരു കർമ്മത്തെ, നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ചെയ്യണമെന്ന് വിചാരിക്കുന്ന കർമ്മം അത് സാത്വിക ഭാവമുള്ളതാണെങ്കിൽ ലോകം എന്തു പറഞ്ഞാലും, ലോകം അതിനെ എങ്ങനെ നോക്കിക്കണ്ടാലും അതിനെ അവഗണിച്ചുകൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വര സമർപ്പണമായി ചെയ്യാൻ കഴിഞ്ഞാൽ ആ കർമ്മത്തിൽ ദോഷങ്ങൾ ഉണ്ടാവുകയില്ല. ഇവിടെ അർജുനനിൽ നിക്ഷിപ്തമായിട്ടുള്ള ധർമ്മമായിരുന്നു ആ യുദ്ധം എന്നത്. അർജുനനായി സൃഷ്ടിച്ചെടുത്തതായിരുന്നില്ല ആ യുദ്ധം, മറിച്ച് ദുര്യോധനനാൽ സൃഷ്ടിക്കപ്പെട്ടതായിരുന്നു യുദ്ധം എന്ന ഒരു അവസ്ഥ. സൂചി കുത്താൻ ഒരിടം പോലും നൽകില്ല എന്ന് പറഞ്ഞ് ആ ദൂതനയച്ചെന്ന ഭഗവാനെ പോലും പ്രകോപിപ്പിച്ച ദുര്യോധനൻ യുദ്ധമെന്ന ഒരു അവസ്ഥയിലേക്ക് രണ്ടു പക്ഷക്കാരെയും തള്ളിവിടുകയായിരുന്നു. അങ്ങനെ ഒരു യുദ്ധഭൂമിയിൽ നിൽക്കുമ്പോൾ അർജുനനിൽ നിക്ഷിപ്തമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത് ആ യുദ്ധത്തെ ധീരമായി മുന്നോട്ട് നേരിട്ടുകൊണ്ട് തൻ്റെ സൈന്യത്തെ, തന്നെ വിശ്വസിച്ച് തന്നോടൊപ്പം കൂടിയവരെ സംരക്ഷിക്കുക, വിജയിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ അവിടെയും തൻ്റെ ചുറ്റിനുമുള്ളവരെക്കുറിച്ചുള്ള ചിന്ത, അവരെന്ത് കരുതും, അവരെന്ത് വിചാരിക്കും, ഈ ലോകം നാളെ എന്തു പറയും, ഒരുപാട് വിധവകൾ ഉണ്ടാകാം, അച്ഛനില്ലാത്ത കുട്ടികളുണ്ടാവാം, ഈ ലോകം, അങ്ങനെയുള്ള ഒരു ലോകം തന്നെ പഴിക്കും, അങ്ങനെ ഒരു ലോകം തനിക്ക് വേണ്ട എന്ന് ചിന്തിച്ച അർജുനൻ മറന്നുപോയത് തൻ്റെ ധർമ്മത്തെ തന്നെയായിരുന്നു. അവിടെ ഭഗവാൻ പറയുന്നു, ക്ഷുദ്രം ഹൃദയ ദൗർബല്യം, ഏറ്റവും നീചമാണ് ഈ ഒരു ഹൃദയത്തിൻ്റെ ദൗർബല്യം. മനസ്സിനെ ദുർബലമാക്കാൻ വിട്ടുകൂടാ. ലോകം എന്തും പറയട്ടെ. കാരണം ഈ ലോകത്തിൻ്റെ ഒരു സ്വഭാവം, ഈ ലോകത്തിലെ ഓരോ ചരാചരവും തൻ്റെ പൂർവജന്മാർജിതമായ സംസ്കാരങ്ങളുടെ ആധാരത്തിലാണ്, അടിസ്ഥാനത്തിലാണ് തങ്ങളുടെ കാഴ്ചപ്പാടുകൾ രൂപീകരിക്കുന്നത്. ആ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് അവരുടെ ശരിതെറ്റുകൾ നിലകൊള്ളുന്നത്. നിന്റെ ധർമ്മം എന്താണോ അത് നന്നായി തിരിച്ചറിഞ്ഞുകൊണ്ട്
ആ ധർമ്മത്തിലേക്ക്, ആ ശരിയിലേക്ക് നീ നടന്നെടുക്കുമ്പോഴാണ് നീ ധീരനാവുന്നത്. അവിടെ ചുറ്റിനുമുള്ള ലോകത്തിൻ്റെ കാഴ്ചപ്പാടുകളെ നീ ഭയക്കരുത് എന്ന് ഭഗവാൻ അർജുനനായിക്കൊണ്ട് പറയുന്നത് ഓരോ തവണ ക്ഷേത്രദർശനം നടത്തുമ്പോഴും ഭഗവാൻ നമ്മളോടും പറയുന്നു. ആ കർമ്മം സർവത്തിനും സാക്ഷിയായിരിക്കുന്ന ഞാൻ കാണുന്നുണ്ട്. എൻ്റെ ഇച്ഛയാണ്, എൻ്റെ സങ്കല്പമാണ് നടക്കുന്നത്. നീ ചെയ്യുന്ന കർമ്മം എന്നിൽ സമർപ്പിതമായി ചെയ്യൂ. നീ പരാജയപ്പെടില്ല. നിന്നെ നയിക്കാൻ ഞാനുണ്ട്, നിന്റെ സാരഥിയായി ഞാനുണ്ട് എന്ന് നമ്മളോട് ഓരോരുത്തരോടും പറയുന്നത് കൊണ്ടാണ് ആ ഭഗവാന്റെ ദിവ്യ ദർശനം, ഓരോ ക്ഷേത്ര ദർശനവും നമുക്ക് ശാന്തിയും സമാധാനവും നൽകുന്നത്. അവിടെയും ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു, നീ ഭയക്കുന്നത് മൃത്യുവിനെ ആണെങ്കിൽ ഒരു യുദ്ധത്തിൽ ജയിക്കുമ്പോൾ അല്ലെങ്കിൽ ആ യുദ്ധത്തിനിടയിൽ നീ മൃത്യു വരിക്കാനിടയായാൽ നീ അറിയപ്പെടുന്നത് വീരയോദ്ധാവായിട്ടാണ്. മറിച്ച് നീ പിന്തിരിഞ്ഞോടിയാൽ അത് നാളെ സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശം, അത് തെറ്റായ സന്ദേശമായി മാറും. ധീരന്മാർക്ക് യോജിച്ചതല്ല അത്. എന്നിട്ട് ഭഗവാൻ പറയുന്നു അവിടെ, ജാതസ്യ ഹി ധ്രുവോ മൃത്യുർ ധ്രുവം ജന്മമൃതസ്യ ച. ജന്മമെടുത്ത എല്ലാവർക്കും മൃത്യുവുണ്ട്. ഈ യുദ്ധഭൂമിയിൽ നിരന്നു നിൽക്കുന്ന എല്ലാവർക്കും ഇന്നല്ലെങ്കിൽ നാളെ ആ മൃത്യു എന്ന ഒരു അവസ്ഥയെ പ്രാപിക്കേണ്ടതുണ്ട്. അത് കാലപുരുഷനായ ഞാൻ നിശ്ചയിച്ചിരിക്കുന്നു ഇതെപ്പോൾ സംഭവിക്കണമെന്ന്, അഥവാ അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ അവർക്ക് മൃത്യു നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിനി നീ വിചാരിച്ചാലും തടയാവതല്ല. അതുകൊണ്ട് തന്നെ അല്ലയോ അർജുന, തസ്മാത് അപരിഹാര്യാർത്ഥേ നത്വം ശോചിതുമർഹസി. അതുകൊണ്ട് നിനക്ക് പരിഹരിക്കാനാവാത്ത, അപരിഹാര്യാർത്ഥേ, നിനക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒന്നിനെക്കുറിച്ചോർത്ത് നീ നത്വം ശോചിതുമർഹസി, നീ ദുഃഖിക്കുവാനുള്ള അവകാശം, നീ ദുഃഖിക്കുന്നത് ഉചിതമല്ല, അതിനുള്ള അവകാശം നിനക്കില്ല, നീ അത് അർഹിക്കുന്നില്ല. നമ്മളുമൊക്കെ പലപ്പോഴും ഇങ്ങനെയാണ്. നമ്മുടെ നിയന്ത്രണത്തിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വെറുതെ വേവലാതിപ്പെടുന്നവരാണ് നമ്മളൊക്കെ. ഇതിലെന്തെങ്കിലും നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അത് ചെയ്യുക, ഇല്ലയോ ഭഗവാന് വിട്ടുകൊടുക്കുക. അത് അവിടുത്തെ നിശ്ചയമാണ്. നടക്കേണ്ടതൊക്കെ നടക്കേണ്ട സമയത്ത് നടന്നേ മതിയാകൂ. അതിനെ നമുക്ക് തടയാൻ പറ്റുമോ? നമ്മുടെ കൈകളിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നതായി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലയോ അതിനെ വിട്ടുകളയുക. ഇത് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നതാണ്, അർജുനനല്ല, നമ്മൾ ഓരോരുത്തരോടും പറഞ്ഞു തരുന്നതാണ്. ഭഗവാന്റെ മുൻപിൽ നിന്ന് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും സങ്കടങ്ങളും ഒക്കെ എല്ലാം അറിയുന്ന ഭഗവാനോട് ഏറ്റുപറയാനായി ക്ഷേത്രദർശനം നടത്തുന്ന അജ്ഞാനികളായ നമ്മളെപ്പോലെയുള്ളവർ ഭഗവാനോട് പറയേണ്ടതുണ്ടോ നമുക്ക് എന്താണ് ദുഃഖമെന്നോ സങ്കടമെന്നോ നമ്മുടെ ജീവിതം എന്താണെന്നോ എല്ലാം അറിയുന്നതാണ്. സർവഭൂതങ്ങൾക്കും സാക്ഷിയായി വർത്തിക്കുന്ന ഭഗവാൻ, ഈ ജഗത്തിനു മുഴുവൻ ആധാരമായി വർത്തിക്കുന്ന ഭഗവാൻ, എല്ലാം അറിയുന്ന ഭഗവാന് അതും അറിയാവുന്നതല്ലേ. കിട്ടിയതൊക്കെ അത് ദുഃഖമായാലും സന്തോഷമായാലും സങ്കടമായാലും എല്ലാം ഭഗവാന്റെ അനുഗ്രഹമാണെന്ന് കരുതുക. കാരണം നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളും ആപത്തുകളും ഒക്കെ തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്. സമ്പത്തിനേക്കാൾ വലിയ സമ്പത്താണ് നമ്മുടെ ജീവിതത്തിലെ ആപത്തുകൾ, ദുഃഖങ്ങൾ. കാരണം അതാണ് ഓരോ നിമിഷവും നമ്മളെ ഭഗവാനിലേക്ക് അടുപ്പിക്കുന്നത്, ഭഗവാനോട് ചേർത്ത് നിർത്തുന്നത്. അപ്പോൾ അതിന് നന്ദി പറയണ്ടേ ഭഗവാനോട്? ഓരോ ക്ഷേത്രദർശനവും ഭഗവാൻ തന്ന എല്ലാത്തിനും, സങ്കടങ്ങളായിക്കോട്ടെ സന്താപങ്ങളായിക്കോട്ടെ സന്തോഷങ്ങളായിക്കോട്ടെ, എല്ലാത്തിനും നന്ദി പറയാനായി നമുക്കൊക്കെ വിനിയോഗിക്കണം. കാരണം ഭഗവാനെ അവിടുത്തെ പാതാരവിന്ദങ്ങളോട് നമ്മളെ ഓരോരുത്തരെയും ചേർത്ത് വെക്കാൻ ഭഗവാൻ തന്ന ഒരവസരമായിരുന്നു ഈ ദുഃഖങ്ങളൊക്കെയും. കുന്തിദേവി പറഞ്ഞതുപോലെ ഇനിയും ഇനിയും ദുഃഖങ്ങൾ തരണമേ എന്ന് പ്രാർത്ഥിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും തന്നതിനൊക്കെയും തന്ന സങ്കടങ്ങൾക്കൊക്കെയും ഭഗവാനോട് ഉള്ളൊരുകി നന്ദി പറയുക. കാരണം ആ ഭഗവാന്റെ നിശ്ചയമായിരുന്നു നമ്മുടെ ഈ ഓരോ ജന്മവും. എല്ലാം അറിയുന്ന ഭഗവാൻ അറിയാം പ്രാരബ്ധങ്ങൾ ഇനിയും എത്ര ബാക്കിയുണ്ടെന്ന് നമ്മൾ അറിഞ്ഞില്ലെങ്കിലും ആ പ്രാരബ്ധങ്ങൾക്കനുസരിച്ചാണ്, ആ കർമ്മ പ്രാരബ്ധങ്ങളാണ് നമ്മളെയൊക്കെ ഏതേത്
സ്ഥലത്ത് ഏതേത് യോനികളിൽ പിറക്കണമെന്ന് നിശ്ചയിക്കുന്നതിന് അടിസ്ഥാനമായി ഭഗവാൻ കണക്കാക്കിയത്. അപ്പോൾ അത്രയും കർമ്മ പ്രാരബ്ധങ്ങൾ ഓരോ ജന്മത്തും നമ്മുടേത് തീർത്ത് മാറ്റുവാൻ വേണ്ടി ഭഗവാൻ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു സങ്കടങ്ങൾ ഇട്ടു തരുന്നുണ്ടെങ്കിൽ അതും ഭഗവാന്റെ കാരുണ്യത്തിൻ്റെ പ്രത്യക്ഷ ഭാവമാണെന്നറിയുക. ഈ ഒരു ജന്മത്തിന് മുൻപുള്ള ലോകം മുൻപ് എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് അവ്യക്തമാണ്. ഇനിയും ഈ ജന്മം മൃത്യുവിന് ശേഷം എന്താണെന്നുള്ളതും നമുക്ക് അവ്യക്തമാണ്. എന്നാൽ ഇത് രണ്ടും വ്യക്തമായി അറിയുന്ന ആ ശക്തിക്ക്, ആ ഭഗവാന് നല്ല നിശ്ചയമുണ്ട്. ഈ ഒരു യാത്ര നമ്മുടെയൊക്കെ എത്ര കാലം പോകണമെന്നും എങ്ങനെ പോകണമെന്നും ഉറപ്പുള്ളിടത്തോളം ഭഗവാൻ അറിയാതെ ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല. അത് നടക്കുന്നതൊക്കെ അവിടുത്തെ നിശ്ചയമാണ്. നമ്മൾ പറഞ്ഞതുപോലെ ജന്മത്തിന് മുൻപുള്ളതും ജന്മത്തിന് ശേഷമുള്ളതും മൃത്യുവിന് ശേഷമുള്ളതും ഈ ഒരു ജന്മം എന്ന് പറയുന്ന ആ ഒരു ചെറിയൊരു പീരിയഡ്, ആ ഒരു ചെറിയൊരു കാലയളവ്, നമ്മൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഈ ഒരു ചെറിയൊരു കാലയളവ് മാത്രമേ നമുക്കറിയൂ. അത് തന്നെ അടുത്ത നിമിഷം എന്താ സംഭവിക്കുക എന്നറിയില്ല. ഇത് നമ്മൾ ജനിച്ചപ്പോൾ മുതൽ ഓരോ നിമിഷവും അങ്ങനെ തന്നെയാണ് നമ്മൾ കടന്നുപോയത്. അടുത്ത നിമിഷം എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നറിയാതെ. അപ്പോൾ ജനനത്തിന് മുൻപുള്ളതും മൃത്യുവിന് ശേഷമുള്ളതും അവ്യക്തമായ രണ്ട് ലോകങ്ങൾ. എന്തിനേറെ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ഈ ജന്മത്തെ ഓരോ നിമിഷവും അവ്യക്തതയുടേതാണ്. എന്നാൽ അത് വ്യക്തമായി അറിയുന്ന ഭഗവാന് അങ്ങോട്ടേക്ക് സർവ്വതും സമർപ്പിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അവ്യക്തമായ ഒന്നിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കേണ്ട ആവശ്യമേയില്ല. കാരണം കൈപിടിച്ച് നടത്തുന്നത് ആ ഭഗവാനാണെങ്കിൽ, ആ പൊന്നുണ്ണിക്കണ്ണനാണെങ്കിൽ, ആരാലും അജയ്യനായിട്ടുള്ള ഭഗവാന്റെ കൈകളിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നതെങ്കിൽ, ആ പാദങ്ങളിലാണ് നമ്മൾ ആശ്രയിച്ചിരിക്കുന്നതെങ്കിൽ പിന്നെ എന്തിനു ഭയക്കണം? ആരെ ഭയക്കണം? ഈ ഒരു സന്ദേശം ഭഗവാൻ തൻ്റെ ജീവിതത്തിലൂടെ തന്നെ ആശ്രയിച്ച ഓരോരുത്തരെയും കൈപിടിച്ചു കൂടെ നടത്തി ഈ സംസാര സാഗരത്തെ കടക്കാൻ തോണിയായി വർത്തിച്ച ഭഗവാൻ, അനുഗ്രഹ തോണിയായി വർത്തിച്ച ഭഗവാൻ, നമുക്ക് ഭഗവാന്റെ ഈ ഒരു ജന്മാഷ്ടമി ദിവസം നമ്മുടെ ജീവിതത്തിലേക്ക് ഭഗവാൻ തന്ന എല്ലാ അനുഗ്രഹങ്ങളും, അത് ദുഃഖരൂപത്തിലും സന്തോഷരൂപത്തിലും തന്നിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുവാനായി വിനിയോഗിച്ചുകൊണ്ട് ആ പാതാരവിന്ദങ്ങളിൽ സദാ നമുക്ക് മനസ്സുകൊണ്ട് ചേർന്ന് നിൽക്കുവാൻ അവിടുത്തെ കാരുണ്യമുണ്ടാവണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓരോ ദിവ്യദർശനവും ഈ ഒരു സ്മരണയ്ക്കുള്ള അവസരമാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ആ ഭഗവാന്റെ ജന്മാഷ്ടമി ദിവസം ആഘോഷമാക്കി മാറ്റാം. കാരണം ആ ഭഗവാൻ ഈ ഭൂമിയിൽ അവതരിച്ചതുകൊണ്ടാണ്, തൻ്റെ ജീവിതത്തിലൂടെ ഈ സന്ദേശങ്ങൾ നമുക്ക് പകർന്നു തന്നതുകൊണ്ടാണ് ഇന്ന് ലോകത്ത് ധാരാളം മഹത്തുക്കൾ ഉണ്ടായിട്ടുള്ളത്, സാത്വികന്മാരുണ്ടായിട്ടുള്ളത്, സജ്ജനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ഈ തത്വത്തെ നന്നായി ഗ്രഹിക്കാൻ കഴിഞ്ഞതുകൊണ്ടാണ് അവർക്കൊക്കെ സദാ ഭഗവാനോട് ചേർന്ന് നിൽക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്, സദാ ഭഗവൽ വിചാരത്തിൽ കഴിയുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ ഭഗവാൻ നമുക്ക് തരുന്ന ഒരു ധൈര്യം, ഞാനുണ്ട് നിൻ്റെ കൂടെ എന്ന് അനുനിമിഷം നമ്മളെ ഓർമ്മിപ്പിക്കുന്ന അവിടുത്തെ കാരുണ്യം, ആ കാരുണ്യത്തിനു മുൻപിൽ എന്നും സാഷ്ടാംഗം പ്രണമിക്കാനേ നമുക്ക് കഴിയൂ. അത്രമാത്രം കാരുണ്യം അനുനിമിഷം ഈ ജന്മം ഭഗവാൻ തന്നുകൊണ്ടിരിക്കുകയാണ്. പറഞ്ഞറിയിക്കാനാവാത്തത്ര അനുഗ്രഹങ്ങൾ, നമുക്ക് സ്വപ്നം പോലും ആവാത്തത്ര അനുഗ്രഹങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ജന്മത്തിൽ, ജീവിതത്തിൽ ഭഗവാൻ തരുന്നുണ്ട്. ഓർക്കുക സജ്ജനങ്ങളെ, ദുഃഖങ്ങൾ ഭഗവാന്റെ ശിക്ഷയല്ല, ഭഗവാൻ ശിക്ഷിക്കാനിരിക്കുകയല്ല നമ്മളെ, മറിച്ച് നമുക്ക് എന്തൊക്കെ അനുഭവിച്ച് തീർക്കുവാനുണ്ടോ അത് എളുപ്പം തന്ന്
നമ്മളെ എളുപ്പം മറുകര കയറ്റുവാൻ വേണ്ടി, ഈ സംസാര സാഗരത്തെ കടക്കുവാൻ വേണ്ടി ഭഗവാൻ നമ്മളിൽ ചൊരിയുന്ന കാരുണ്യമാണ്, അനുഗ്രഹമാണ്. അത്രയും നമ്മുടെ കർമ്മപ്രാരബ്ധം, നമ്മൾ വഹിച്ചുകൊണ്ട് വന്നിരിക്കുന്ന ഭാണ്ഡത്തിലെ അത്രമാത്രം ഭാരം നമ്മുടേത് കുറഞ്ഞു എന്ന് കരുതുക. ഇനി അങ്ങോട്ട് കുറേ കൂടി ലഘുവായി മാറിക്കോളും ഇനിയുള്ള ജന്മങ്ങളിൽ. അതിന് ഭഗവാൻ തരുന്ന കാരുണ്യമാണ് ഈ ദുഃഖങ്ങളൊക്കെ ഇന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഭഗവാനെ സർവവും അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട്, ആ പാതാരവിന്ദങ്ങളെ മുറുക്ക പിടിച്ചുകൊണ്ട്, മയാ ഭഗവതി ഈ പാതാരവിന്ദങ്ങളിൽ നിന്നും തട്ടിമാറ്റി വിഷയരസങ്ങൾക്ക് പിന്നാലെ മനസ്സിനെ പായിക്കരുതേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പറഞ്ഞ വാക്കുകളൊക്കെ ഭഗവാനെ ആ പൊന്നുപാദങ്ങളിൽ, തൃപ്പാദങ്ങളിൽ പൂജാപുഷ്പങ്ങളായി സമർപ്പിച്ചു കൊള്ളട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.